വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ലോകത്ത് ഏറ്റവും മറവിയുള്ള ആൾ ആരായിരുന്നു? നമുക്കറിയാം, ലോകത്ത് ഏറ്റവും വലിയ ഐക്യമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടി ഉത്തരം പറയും? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എന്നാൽ ഇനി ഒരു കഥ പറയാം. ഒരു മനുഷ്യൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ആ ട്രെയിനിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് പരിശോധിക്കുന്ന വ്യക്തി വന്ന് എല്ലാവരോടും ടിക്കറ്റുകൾ ചോദിച്ചു. പലരും ടിക്കറ്റുകൾ കാണിച്ചു. നമ്മുടെ കഥാനായകനോടും ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പോക്കറ്റിലെല്ലാം പരതി നോക്കി. ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഇല്ല. പാൻറ്റിന്റെ പോക്കറ്റിലെല്ലാം പരിശോധിച്ചു. ടിക്കറ്റ് ഇല്ല. ഉടനെ അദ്ദേഹം തന്റെ കയ്യിലുള്ള ചെറിയ ബാഗ് ഉണ്ടപ്പോൾ ആ ബാഗ് തുറന്ന് അതിൽ പരിശോധിച്ചു. അവിടെയും ടിക്കറ്റ് കാണുന്നില്ല. അപ്പോൾ ടിക്കറ്റ് എക്സാമിന് കുഴപ്പമില്ല, താങ്കളെ എനിക്കറിയാം, താങ്കൾ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്ന വ്യക്തിയല്ലല്ലോ, താങ്കൾ അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോകാൻ പോയപ്പോൾ ഈ മനുഷ്യൻ ഇല്ല എനിക്കൊന്ന് ടിക്കറ്റ് ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ടിക്കറ്റ് പരതാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കയ്യിൽ 1-2 ബാഗുകൾ ഉണ്ടായിരുന്നു. ആ ബാഗുകളെല്ലാം ട്രെയിനിൽ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം താഴത്തേക്ക് എടുത്ത് എല്ലാം തുറന്ന് വലിയ പരിശോധന നടത്തി എല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഒരുപാട് പരിശോധിച്ചിട്ടും ടിക്കറ്റ് കിട്ടാതായപ്പോൾ ടിക്കറ്റ് എക്സാമിനർ അദ്ദേഹത്തെ വിട്ട് മുന്നോട്ടേക്ക് പോയി. അപ്പൊ അടുത്തിരുന്ന ആളുകൾ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? നിങ്ങളുടെ ടിക്കറ്റ് ഒന്നും വേണ്ട, നിങ്ങളെ മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ, പിന്നെ വീണ്ടും നിങ്ങൾ ഈ ടിക്കറ്റ് എല്ലാം പരിശോധിച്ച് ഞങ്ങൾക്ക് എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബാഗെല്ലാം തിരികെ അടുക്കി വെച്ച് ആ സീറ്റിലിരിക്കൂ എന്ന് മറ്റ് സഹയാത്രക്കാർ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വളരെ വിഷമത്തോടു കൂടിയിട്ട് യാത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് എന്റെ ടിക്കറ്റ് കിട്ടിയേ പറ്റൂ. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ്, എന്നാലേ എനിക്ക് ഏത് സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് ഓർമ്മ കിട്ടുള്ളൂ. ഈ പറഞ്ഞത് മറ്റാരും വരുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ ഐക്യു ഉണ്ട് എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ്. നമ്മളൊരു മനുഷ്യൻ ഏറ്റവും വലിയ ഐക്യു ഉണ്ട് എന്ന് പറയുമ്പോഴും ഏറ്റവും വലിയ മറവിക്കാരനായിരുന്നു താനെന്ന് പറയാൻ പോലും മടി കാണിക്കാത്ത ആൽബർട്ട് ഐൻസ്റ്റീന്റെ വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു മഹാമേരു പോലെ നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ തനിക്ക് മറവിയുണ്ട് എന്ന് പറയാനും ഒരു മടി പോലും കാണിച്ചില്ല എന്നുള്ളത് ആ വ്യക്തിത്വത്തിന്റെ വലിയൊരു ഔന്നത്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു.